ഞാൻ പേജ് നമ്പർ വയ്ക്കാൻ പോകണ്ട. 1, 1, 2, 1. ഓക്കെ, എൻ്റെ കൊടുത്ത് ഇതല്ല എന്റെ പേജ്. ഞാനൊന്നും ചെയ്തില്ല അതൊന്നും. Good afternoon. Good afternoon. ക്ലിയർ പറയാം. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ. താങ്ക് യു ബസ്. ഓക്കെ, എന്താ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ട്. സോ മേ ബി ഞാൻ ക്ലാസ് കട്ടാവാണെങ്കിൽ റീജോയിൻ ചെയ്തോളാം കേട്ടോ. Signing in, Salma. Good afternoon, ma'am and dear friends. Today I am talking about the topic emotional strength. All parents want their children to be intelligent. They pride themselves when their children score high in academics. But can high marks guarantee success for your child? No. To succeed in life, one needs to have hold on one's emotions. This is termed as emotional intelligence. EQ, which is now considered on a par or even more important than IQ.
People with a high EQ can cope with crises and can efficiently manage emotional turmoil. They easily rise above daily shuffles and arguments. They take the right decisions and work efficiently in teams. How can you develop the emotional intelligence of your child? A child who is buried in books may not have the necessary EQ. Let your child interact with others. Friendships help the child understand the emotions of others and let him see different situations. When relatives and friends come to your home, do not send your child to his room. Let your child develop the skills of starting a conversation and learn how to break ice with people. Observe how your child reacts when he is upset. Does he cry or shout? Does he throw his toys down? Help your child express his feelings in a way that doesn't hurt others. Be careful not only about the kind of language that the child uses, but also the tone in which he uses it. Do not take all decisions for your child. Let him decide for small things at the start. The child may make errors. Let them learn by trial and error. This would save much unhappiness later in life when one takes decisions that cannot be reversed. If one starts early, the child will grow up to be an adult who can manage emotions very well. Such people turn out to be independent and face life with confidence. So help your child be emotionally intelligent. Thank you. Quotes പറയാം. Life is like riding a bicycle. To keep your balance, you must keep moving. Albert Einstein. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ തോന്നുന്നു നോർമലൈസേഷൻ ആൻഡ് ഡിവിയേഷൻ ആയിരുന്നു അല്ലെ? സോ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഹാപ്പൻസ് ത്രൂ വർക്കിങ്ങിലൂടെ, ത്രൂ നമ്മൾ മെറ്റീരിയൽസ് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരെ കൊണ്ട് റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യിക്കുന്നതിലൂടെയാണ് നോർമലൈസേഷൻ സംഭവിക്കുന്നത്. നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് ഹാപ്പൻസ് ത്രൂ വർക്കിംഗ് ആണ്, പ്രാക്ടീസ്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. നമ്മൾ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ, നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ കോൺസെൻട്രേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലവ് ഓഫ് ഓർഡർ. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് അവർക്ക് ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, മോണ്ടിസോറി ക്ലാസ് റൂമിലെ ആ ഒരു ഓർഡർ, ആ ഒരു എൻവയോൺമെന്റിനോട് പ്രത്യേക ഒരു ഇഷ്ടം, ഇന്റൻസ് ലവ് കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ഓർഡർ, അതേപോലെ തന്നെ ആ മെറ്റീരിയൽസ് എന്നെയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് ശീലിക്കുകയാണ്. ലവ് ഓഫ് വർക്ക്. സോ കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമ്മുടെ മെറ്റീരിയൽസിന്റെ മേക്കിംഗ് തന്നെ അങ്ങനെയാണ്. ഓരോ മെറ്റീരിയൽസും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കുട്ടികളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മേക്ക് ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ സാധാരണ ഒരു പിങ്ക് കവർ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ 10 ക്യൂബ്സിന്റെ വലുത് മുതൽ ചെറുത് വരെയുള്ള 10 ക്യൂബ്സ് ആണ്, 10 സെന്റിമീറ്റർ ടു 1 സെന്റിമീറ്റർ വരെയുള്ള ക്യൂബ്സ് ആണ് പിങ്ക് കവറിൽ വരുന്നത്. സോ ഈ പിങ്ക് കവർ യൂസ് ചെയ്ത് നമുക്ക് ഒരു ടവർ ബിൽഡ് ചെയ്യുന്ന കൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും, ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും, അസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും, ദെൻ കളർ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ കുട്ടികൾ ഈ വർക്കിനോട് വളരെയധികം ഇഷ്ടത്തോടു കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. കുട്ടികൾക്ക് ഈ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. കുട്ടികൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ആ വർക്കുകൾ എന്ത് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കുറച്ചു നേരം പഠിക്കുകയോ അല്ലെങ്കിൽ എഴുതി കഴിയുമ്പോഴോ ഡിസ്റ്റർബ് ആവും. പക്ഷെ കുട്ടികൾ നമ്മളുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് നേരം ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. Then attachment to reality.
നമ്മൾ റിയാലിറ്റിയായിട്ട് അറ്റാച്ച് ആവുന്ന രീതിയിലാണ് മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്യുന്നത്. അവർ റിയൽ ലൈഫിൽ എന്താണോ അവർ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ അവരുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ അവർ പ്രിഫർ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലൊക്കെ നമ്മൾ അതേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി ആയിട്ട് അവരെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട്. ഈ 4 പോയിന്റ്സ് ആണോ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? അത്ര വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഓക്കെ. ഇനി ലവ് ഓഫ് സൈലൻസ്. മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ് നമ്മുടെ ക്ലാസ് റൂമിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഒരു ലവ് ഓഫ് സൈലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കൊരു കുട്ടികൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഡിസ്റ്റർബൻസിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ലേ, പ്രൊഫൗണ്ട് കോൺസെൻട്രേഷന്റെ കേസിൽ. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോൺലിനെസ് എന്ന് ഉദ്ദേശിക്കുന്ന മൈൻഡാണ്, സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്, മനസ്സിന്റെ ആ ഒരു എന്താണ് ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ ആ സൈക്കോളജിക്കൽ ഐസൊലേഷനെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ ഐസൊലേഷനിലൂടെ നമുക്ക് കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർ ചെയ്യുന്ന വർക്കിൽ തന്നെ റിപ്പീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സൈക്കോളജിക്കൽ ഐസൊലേഷൻസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മോണ്ടിസോറി ഈ ഒരു പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഈ ഒരു ഡിസ്കവറി കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ അത്? എന്തായിരുന്നത്? അത് ഒരു കുട്ടീനെ കൊണ്ടുവന്നതല്ലേ, 4 മന്ത് ഉള്ള ഒരു കുട്ടീനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരികയും മറ്റു കുട്ടികളോട് പറയുകയും ചെയ്തു, നമ്മൾ ഈ കുട്ടി ശ്വസിക്കുന്ന പോലെ ഇത്ര സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആർക്കും നിശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് ആരോട് പറഞ്ഞു? മറ്റു കുട്ടികളോട് പറയും. കുട്ടികൾ അത് കേട്ട പാടെ കുറച്ച് പെട്ടെന്ന് തന്നെ ക്ലാസ് ഫുൾ സൈലന്റ് ആയി ഭയങ്കര നിശബ്ദമായിട്ട് അവർ ബ്രീത്ത് പോലും കൺട്രോൾ ചെയ്യാനായിട്ട് ആ കുട്ടികൾ ട്രൈ ചെയ്തു. സോ ലവ് ഓഫ് സൈലൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് മോണ്ടിസോറി എൻവയോൺമെന്റിൽ സൈലൻസ് ഗെയിമുകളുണ്ട്. സൈലൻസ് ഗെയിമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുട്ടികളെ എന്താ പറയാ സൈലന്റ് ആക്കി ഇരുത്താനായിട്ട് നമുക്ക് പറ്റൂല. സോ സൈലൻസ് ഗെയിമുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് കുട്ടികളെ ഒത്തിരി നേരം സൈലന്റ് ആക്കാം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തോട്ടെ, ബട്ട് അവർക്ക് സൈലന്റ് നിശബ്ദമായിട്ട് അവർ ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും. സോ നമുക്ക് കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഐസൊലേഷന് ഒരു അതേപോലെ തന്നെ ഈ സൈലൻസിനോട് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവും. നോക്കാം. This does not mean that the child like to work in loneliness. Love of silence അല്ലെങ്കിൽ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ബട്ട് റാദർ in that psychological isolation mentioned above, which is result of concentration. ഇവിടെ നമ്മൾ സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ മനസ്സിന്റെ ഐസൊലേഷൻ. മനസ്സ് അല്ലെങ്കിൽ നമുക്ക് ആ മനസ്സ് ഒരുപാട് നേരത്തേക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർ ചെയ്ത വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. At other times, when aim of the work is more conscious than external, children frequently work together in automatically formed group. അല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾ എന്ത് ചെയ്യും, ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫോം ചെയ്ത് അവരുടെ വർക്കുകളും കാര്യങ്ങളും ടീമൊക്കെ ആയിട്ട് വർക്കും കാര്യങ്ങളും ചെയ്യും. ബട്ട് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ, കോൺസെൻട്രേഷൻ വേണ്ട വർക്കുകളാണ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു സൈക്കോളജിക്കൽ ഐസൊലേഷനിലേക്ക് കുട്ടികൾ തന്നെ പോകുന്നു. അവർക്ക് അവരുടെ മൈൻഡും കാര്യങ്ങളും ആ ഒരു ചെയ്യുന്ന വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുന്നു. ഓക്കെ, ലവ് ഓഫ് സൈലൻസ് മനസ്സിലായോ? ഇനി സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിൻക്ട്. ഇൻസ്റ്റിൻക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻബിൽഡ് ആണ്, നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. നോർമലൈസ്ഡ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ്, ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സോ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് നല്ല ഇഷ്ടമായിരിക്കും. നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂം കാണിച്ചു തന്നിട്ടില്ല ഞാൻ. സോ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര എന്തായിരിക്കും, വളരെ ഇഷ്ടമായിരിക്കും. ഇവിടെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമായിരിക്കും അവർക്ക്. അവിടെ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എന്താണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും.
സോ ഒരു എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർക്ക് ആ ഒരു എൻവയോൺമെന്റിനോട് പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരും. സോ നമ്മൾ ആ ഒരു ഇഷ്ടത്തിന്റെ ഇതിലായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മള് കുട്ടികള് ഞാനൊരു എക്സ്പെരിമെന്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിയ മോണ്ടിസോറി കുട്ടികൾ നടത്തിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്തു, കുറച്ച് ടോയ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും പിന്നെ കുറച്ച് വുഡൻ മെറ്റീരിയൽസും നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികള് ഏത് മെറ്റീരിയൽസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്? നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ആയിരുന്നു അവർ വർക്ക് യൂസ് ചെയ്തത്. കാരണം നമ്മള് കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ടോയ്സ് ആണെങ്കിൽ അവരത് റിപ്പീറ്റ്ലി ചെയ്യില്ല, അല്ലെങ്കിൽ റിപ്പീറ്റ്ലി യൂസ് ചെയ്യുന്നില്ല. അവര് ചിലപ്പോൾ ആ ടോയ്സിന് ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, ഉപേക്ഷിച്ചു പോകും. അങ്ങനെ ഒരുപാട് ടോയ്സ് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? കുട്ടികൾ ആദ്യം ഭയങ്കര വാശിയൊക്കെ പിടിച്ച് വാങ്ങിച്ച ടോയ്സുകൾ പിന്നെ അവർ യൂസ് ചെയ്യാണ്ട് അത് വേണ്ട, അന്ന് ഒരുപാട് ഇൻട്രസ്റ്റോടെ അവർ കളിച്ചിരുന്ന ടോയ്സ് ഒക്കെ നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടും. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ്ലി നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് തോന്നും. ഇപ്പൊ പിങ്ക് ടവർ ആണെന്ന് വിചാരിക്കുക. പിങ്ക് ടവർ കാണിച്ചു തന്നിട്ടുണ്ടോ? അപ്പൊ പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടവർ കൺസെപ്റ്റിനാണ്. പക്ഷെ ആ ഒരു ടവറിനോട് പ്രത്യേക ഒരു ഇഷ്ടം കുട്ടികൾക്ക് തോന്നും. അത് റിപ്പീറ്റ്ലി ചെയ്യാനായിട്ട് തോന്നും. വീണ്ടും വീണ്ടും ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ അവരുടേതായ ക്രിയേറ്റീവ് ഐഡിയാസിൽ ടവർ ബിൽഡ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മള് സാധാരണ എന്താണ് മുകളിലേക്ക് ഓരോ ബോക്സ് രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നത്. കുട്ടികൾ അങ്ങനെ വേറെ രീതിയിൽ ബിൽഡ് ചെയ്യും. അവർക്ക് അവരുടേതായ ക്രിയേറ്റീവ് ഐഡിയാസിൽ അവർ എന്ത് ചെയ്യും, ഈ ടവർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യും. സോ അവർക്ക് ആ ഒരു ടോയ്സിനോട് അല്ലെങ്കിൽ ടോയ്സിനോട് തോന്നുന്ന രീതിയിലുള്ളൊരു കമ്പോ ആയിരിക്കില്ല ഇതാണ് മെറ്റീരിയൽസിനോട് തോന്നുന്നത്. അവർക്ക് റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യാനായിട്ട് ഉള്ളിൽ നിന്നൊരു പ്രേരണ ഉണ്ടാകും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് അവര് കൂടുതലായിട്ട് ആദ്യമൊക്കെ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ആ മെറ്റീരിയൽസ് വീട്ടിൽ കൊണ്ടുപോകണം, അതെനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ചിന്തകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു അവർക്കത് വേണം, എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് അങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നീട് അവര് റിപ്പീറ്റ്ലി നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്കത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റിന്റെ ആണ്, മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ആണ്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ്സ് ആർക്കുണ്ട്, മറ്റു കുട്ടികൾക്കും യൂസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ ഷെയറിങ് ഹാബിറ്റ്സ് മനസ്സിലാവും. അവിടെ നിന്ന് കുട്ടികൾ ഷെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഹാബിറ്റ്സ്, ഷെയറിങ് ഹാബിറ്റ് ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എൻവയോൺമെന്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നോർമലൈസ് വർക്കിലൂടെ അവർ കാണുമ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ അവർക്ക് ഒട്ടും അവരെന്തെങ്കിലും മറ്റു കുട്ടികൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല, അവർ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് റിപ്പീറ്റ്ലി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ്ലി അവർക്ക് കാണാണ് ഓരോ കുട്ടികളും വർക്ക് ചെയ്യുന്നു, അവരുടെ വർക്ക് കഴിഞ്ഞ് ആ മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നു, മറ്റു കുട്ടികൾ ആ വർക്ക് ആ മെറ്റീരിയൽസ് എടുത്ത് വീണ്ടും വർക്ക് ചെയ്യുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി മെറ്റീരിയൽസ് എവിടത്തെയാണ്, നമ്മുടെ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത്. ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് അവകാശപ്പെട്ടതാണ്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കാര്യങ്ങളും എവിടെയുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനും അത് വർക്ക് ചെയ്യാനും കുട്ടികൾക്ക് പറ്റും. റിപ്പീറ്റ്ലി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവര് വർക്കുകൾ ചെയ്ത് നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഞാൻ പറയാം. ഓട്ടോമാറ്റിക് ഫോംഡ് ഗ്രൂപ്പ് ലവ് ഓഫ് സൈലൻസ് വരെയും പറഞ്ഞു. സബ്മിഷൻ ഓഫ് പ്രോസസിങ് ഇൻസ്റ്റിങ് ഇൻബിൽഡ് എന്നുള്ള ഒരു മീനിങ് ആണ്. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമൽ ചൈൽഡ് ആക്കി ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. The mood of normalized child to their prepared environment and to all enhancing occupation contained it. It is that of an interest love. നമ്മൾ കുട്ടികള് പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ വർക്കുകൾ ചെയ്യുന്നത് അവരുടെ ഫുൾ ഇൻട്രസ്റ്റോട് കൂടി ഇഷ്ടത്തോടു കൂടി ആണ്. അല്ലാതെ നോട്ട് പ്രിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അത് നേടിയെടുക്കണം,
അല്ലെങ്കിൽ ഞാനായിരുന്നു ഫസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഇല്ല. എനിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഞാനായിരുന്നു ഫസ്റ്റ് ആവേണ്ടത്, അങ്ങനെ ഒന്നും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ചിന്തിക്കില്ല. അവർക്ക് ഈ ഒരു എൻവയോൺമെന്റ് വളരെ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്തായിരിക്കും അവർ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. It is true that the first flush of their enthusiasm, the children may wish to the material take home with them. അപ്പൊ ആദ്യം കുട്ടികൾ വരുമ്പോൾ നോർമലാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കൈവശം വെക്കണം എന്നുള്ള ചിന്തകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അവരത് കാണാണ്, റിപ്പീറ്റ്ലി അവരെന്ത് ചെയ്യാണ്, നമ്മുടെ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് ചെറിയ മെറ്റീരിയൽസ് ആണ്. ചിലപ്പോൾ ആ മെറ്റീരിയൽസ് കൂടെ കാണുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ കൈവശം വെക്കണം, കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചിന്ത വരും. ബട്ട് അത് പിന്നീട് അവരത് മനസ്സിലാക്കും, അത് അവർ ഐഡന്റിഫൈ ചെയ്യും. ആ മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, യൂസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാനും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യേണ്ടതാണെന്ന് അവരത് ഐഡന്റിഫൈ ചെയ്യും. It is true that the first flush of their enthusiasm, children may wish to take the material home with them, but only for use. പിന്നീട് മനസ്സിലാവും അത് അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. The reason why a normalized child has his defense of always wanting to post things is because of has limited his interest in them. ഈ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസിനോട് വളരെയധികം എന്തായിരിക്കും, ഇഷ്ടവും കാര്യങ്ങളായിരിക്കും. അവർക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. നമ്മൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിന് ലാസ്റ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് 1 month ഉള്ളപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്, ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യും. ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് എത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം അറ്റൻഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ്, നമ്മൾ ഈ പറയുന്ന ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് ടച്ച് ചെയ്ത് സെൻസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ മനസ്സായിട്ട് മാറും. സാധാരണ മോണ്ടിസോറി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു കുട്ടികളുടെ അതേ ഇഷ്ടവും കാര്യങ്ങളായിരിക്കും തോന്നുക. കാരണം അത് കൈവശം വെക്കണം, അത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് എനിക്ക് അത് വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്താലോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ മെറ്റീരിയൽസിനോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട്, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലവ് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്നോട് കുറെ കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്, മിസ്സേ എനിക്ക് ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വൈവയുടെ ഒക്കെ സമയത്ത് കാണിച്ചിരുന്നു എനിക്ക് മെറ്റീരിയൽസ്. മിസ്സേ ഞങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്, ഓരോ മെറ്റീരിയൽ ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ ഇന്നത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ് ചെയ്തത്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ്, സോ ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ട് മിസ്സേനൊക്കെ ചോദിക്കും. അപ്പൊ അത് അവർക്ക് ആ ഒരു ഇഷ്ടം കൊണ്ടാണ്, ആ ഒരു മെറ്റീരിയലിനോട് പ്രത്യേകമായിട്ടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നതും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുതിർന്നവർക്ക് അങ്ങനെ ഇത്രയും ഇഷ്ടം തോന്നുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയും അവർക്ക് ആ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. സോ ആ ഒരു ഇഷ്ടവും ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. നമ്മൾ കുട്ടികൾ സാധാരണയായിട്ട് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെ? ഭയങ്കര ക്യൂരിയസ് ആണ്, അല്ലെ? സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനെയാ. ഈ കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട് കുട്ടികൾ. ഉണ്ട്. ഈ കിൻഡർ ജോയിൽ അവര് ഏറ്റവും ക്യൂരിയസ് ആക്കുന്നത് ഏതാണ്? ആ ചോക്ലേറ്റ് ആണോ? ടോയ്. ടോയ് അല്ലെ? അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാരണം അത് വാങ്ങിക്കാൻ ടോയ് എന്താണെന്ന് കാണാം, അത്രയാണ് അവരുടെ മനസ്സിലുള്ള കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. അത് എന്തിന്റെ ബേസിലാണ്? ആ ഒരു ടോയുടെ ബേസിൽ, അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന തന്നെ ക്യൂരിയോസിറ്റിയുടെ ബേസിലാണ്. ബട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന അവരുടെ റിയൽ ചോയ്സ് ആയിരിക്കും. അവർക്കത് ഇഷ്ടം കൊണ്ട്, റിയൽ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടികള് എന്താ പറയാ, ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളും റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവര് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളോട് വാങ്ങിച്ചു തരണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം, അത് റിയൽ ചോയ്സ് ആണോ അവരുടെ, അല്ലെങ്കിൽ അത് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവൻ ചെയ്യുന്നതാണോ ഒന്ന് ആലോചിച്ചിട്ട്. റിയൽ ചോയ്സ് ആണെങ്കിൽ എന്തായാലും പാരന്റ്സ് അത് സപ്പോർട്ട് ചെയ്യാം. അത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളത്ര എന്ത് ചെയ്യേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്റെ അഭിപ്രായം. Children are now forced in their action
ബൈ റിയൽ ചോയ്സ്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ അവരുടെ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യാൻ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് ഏത് മെറ്റീരിയൽസ് വേണം, അവന് ഏത് വർക്കാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ അവർ എന്ത് ചെയ്യാണ്, ശീലിപ്പിക്കുകയാണ്. സോ റിയൽ ചോയ്സ്, അവന് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവന് ആ കറക്റ്റ് ആയിട്ട് അവന് ഏത് മെറ്റീരിയൽ ആണോ സെലക്ട് ചെയ്യുന്നത് റിയൽ ആയിട്ട് അത് സെലക്ട് ചെയ്യും. ആൻഡ് നോ ലോങ്ങർ ബൈ നിയർ ടു ഇൻവെസ്റ്റിഗേറ്റ്, വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണമായിട്ടല്ലായിരിക്കും അവരെന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ റിയൽ ചോയ്സുകൾ അവർ സെലക്ട് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ റിയൽ ആയിട്ട് ആ ഒരു കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാനായിട്ട് പഠിക്കും. ചെറുപ്പം മുതലേ അവർ നമ്മളെ ശീലിപ്പിക്കുമ്പോൾ ആ ഫ്രീഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്കത് സ്വയമേ എന്തെടുക്കാൻ പറ്റും, റിയൽ ചോയ്സുകൾ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോർമലൈസേഷനിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യം പറഞ്ഞത് ലവ് ഓഫ് സൈലൻസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ഐസൊലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സൈക്കോളജിക്കൽ ഐസൊലേഷനിലൂടെ കുട്ടികൾ കൂടുതലായിട്ട് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു പവർ കുട്ടികൾ ഡെവലപ്പ് ചെയ്യും. റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യുന്നതിലൂടെ, വീണ്ടും വീണ്ടും ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് മെന്റൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഐസൊലേഷൻ കിട്ടും. അതുവഴി മെന്റൽ കോൺസെൻട്രേഷൻ കിട്ടുന്നു. ദെൻ കുട്ടികളുടെ സംബന്ധിച്ച് അല്ലാത്ത സമയത്തൊക്കെ അവർ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസും ഗ്രൂപ്പൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഐസൊലേറ്റ് ചെയ്യുന്നത്, ആ സൈക്കോളജിക്കൽ ഐസൊലേഷൻ. അല്ലാതെ അല്ലാത്ത സമയത്തൊക്കെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ മനസ്സിന്റെ മാത്രം ഒരു ഒറ്റപ്പെടുത്തലാണ് ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ, കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. ദെൻ കുട്ടികള് നമ്മള് ഈ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് ഒരു ഇന്റൻസ് ലവ് ഉണ്ടാവും, ഒരു പ്രത്യേക ഇഷ്ടം. വളരെ ഇഷ്ടമായിരുന്നു. കാരണം മെറ്റീരിയൽസും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അത് കൈവശം വെക്കണം, അത് അവർക്ക് വേണം എന്നുള്ള ചിന്തകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അവര് അത് എന്താ പറയാ, ആ ഒരു ഇഷ്ടത്തോടു കൂടി, റിയൽ ആയിട്ടുള്ള ഇഷ്ടത്തോടു കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പവർ ടു ആക്ട് ഫോർ റിയൽ ചോയ്സ്. അവർ റിയൽ ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, സെലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, റിയൽ ചോയ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, അത് റിയൽ ചോയ്സ് ആണോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ പുറത്താണോ ചോദിക്കുന്നത്. റിയൽ ചോയ്സ് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം, ക്യൂരിയോസിറ്റിയുടെ പുറത്താണെങ്കിൽ ഒരിക്കലും അലോ ചെയ്യും. കാരണം വാശി പിടിക്കും, കുറുമ്പ് എടുക്കും. പക്ഷെ അവരത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞു, അതവിടെ എവിടെയെങ്കിലും വലിച്ചു തന്നിട്ട് വേറെ അടുത്ത അതിന്റെ ക്യൂരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകും, അതിന്റെ അടുത്ത ടോയ്സ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. സോ റിയൽ ചോയ്സ് ആണെങ്കിൽ ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, കളയില്ല, അത് അവർ സൂക്ഷിച്ചു വെക്കും. പ്രോപ്പർ ആയിട്ട് അത് എന്ത് ചെയ്ത് വെക്കും, കറക്റ്റ് ആയിട്ട് അത് സൂക്ഷിച്ചിട്ട് വെക്കും. സോ ഒന്ന് വായിച്ചു നോക്കാവോ, ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പോസിറ്റീവ് ഇൻസ്റ്റന്റ് ആൻഡ് പവർ ടു റിയൽ power to act from real choice and not from curiosity. ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും.
കുട്ടികളെ നിങ്ങൾ ആദ്യം മുതൽ തന്നിട്ടുള്ള പോർഷൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ട്ടാ. ആ മൂന്നെണ്ണം മനസ്സിലായോ? ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ്, പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. 3 പോയിന്റ് ക്ലിയർ ആണല്ലോ? മിസ് ആ ലാസ്റ്റത്തെ ഇതിനകത്ത് ഒരു വാക്കില്ല, അതിന്റെ മീനിങ് എന്താ മാം? ഇൻക്വിസിറ്റീവ്നെസ് എന്നുള്ള അതെന്ന് വെച്ചാൽ അന്വേഷണാത്മകമായ, നമ്മളിങ്ങനെ എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മള് കുട്ടികൾക്ക് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? ആ ഒരു കിൻഡർ ജോയുടെ ചോക്ലേറ്റിന്റെ കാര്യം മനസ്സിലേക്ക് വെക്കുക. കിൻഡർ ജോയ് തന്നെയല്ലേ? അതെ, ആ ചോക്ലേറ്റ് 2 ബോക്സ് 2 ഇതായിട്ടുള്ള ചോക്ലേറ്റ്, അതിന്റെ കാര്യം മനസ്സിലേക്ക് വെച്ചിട്ട് അതൊരു ക്യൂരിയോസിറ്റി ആണ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ചോക്ലേറ്റ് തുറക്കുമ്പോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലുള്ള ടോയ് ആണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. ചോക്ലേറ്റ് കഴിക്കുന്നതാണ് കുട്ടികള്. എന്റെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവൾക്ക് ആ ടോയ് ആയിരുന്നു ഇഷ്ടം, ടോയ് ആണ് ഇഷ്ടം എന്നുവെച്ചാല് ആ ടോയ് അതാണ് ഇൻട്രസ്റ്റ്. ബാക്കിയുള്ളത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി അവരെന്ത് ചെയ്യുന്നു, അതില് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് കുട്ടികൾ റിയൽ ആയിട്ടല്ല ചോയ്സ് സെലക്ട് ചെയ്യുന്നത്, ആ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഒബീഡിയൻസ് എന്താണ്? അനുസരണം. നമ്മൾ റിമാർക്കലി കറക്റ്റ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. സാധാരണ നോർമൽ CBSE സ്കൂളിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേസിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇരുന്നേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവെൽ ടൈമിൽ മാത്രമാണ് അതിനുള്ള പെർമിഷൻ ഉള്ളത്. അത് അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ടീച്ചറിനോട് പറയണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. ജസ്റ്റ് ഒന്ന് ഹാൻഡ് നമ്മളൊന്ന് ഉയർത്തിയിട്ട് വേണം ടീച്ചറിനോട് എന്ത് ചെയ്യാനായിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെർമിഷൻ പോലും വാങ്ങിക്കാൻ. സോ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് ആണ് നോർമൽ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ റിമാർക്കബിളി ഒബീഡിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ഒരു പ്രത്യേകതയാണ്, അവർ ഒബീഡിയന്റ് ആയിരിക്കും. അവർ നമ്മുടെ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ നല്ലൊരു അനുസരണയുള്ള കുട്ടികളായിട്ട് മാറും. അത് ചിലപ്പോ ത്രൂ വർക്കിലൂടെയാണ്, അവർ റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ അവർ നമ്മൾ മനസ്സിലാക്കി അവർക്ക് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ തന്നെയാണ് ആരാക്കി മാറ്റുന്നത്, ഒബീഡിയന്റ് ആക്കി മാറ്റുന്നത്. ആദ്യം ചിലപ്പോൾ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ മേ ബി അവർ ഒബീഡിയന്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അനുസരണമുള്ള കുട്ടികളായിരിക്കില്ല. ആദ്യത്തെ കുറച്ച് നാൾ, ചിലപ്പോൾ ഒരു 1 month 2 month കഴിയും അവരെന്തായിട്ട് മാറും, ഒബീഡിയന്റ് ആയിട്ട് മാറും. അനുസരണമുള്ള, അവർ കാണുന്നതും അങ്ങനെയാണ്. അവരുടെ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികൾ നല്ല അനുസരണയോട് കൂടി കറക്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്തതിനു ശേഷം മെറ്റീരിയൽസ് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്നു, അവർ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, ഒബീഡിയന്റ് ആയിട്ട് മാറും. അവർക്ക് ആ ഒരു ഇഷ്ടവും ആ ഒരു വർക്ക് ചെയ്യാനും നമ്മളെ മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മോണ്ടിസോറിയില്
ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഏത് വർക്ക് ചെയ്യണം, ഏത് വർക്ക് എങ്ങനെയാ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഏത് വർക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്കുകൾ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ അവര് അത് ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ നമ്മൾ സാധാരണ വിചാരിക്കും ഫ്രീഡം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? രണ്ടും വേണം മാം, രണ്ടും വേണം. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കുകയാണ്. കാരണം നമ്മള് സ്ട്രിക്റ്റ് ആവുമ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിലും അവരെ വഴക്ക് പറയുമ്പോൾ ഭയങ്കര എന്ത് കാര്യം നമ്മൾ പെർമിഷൻ കൊടുക്കുന്നില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുന്നതെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്നുള്ള ആ ഒരു അകൽച്ച കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അവർക്ക് വേണ്ട ഫ്രീഡം നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് അലൗ ചെയ്യണം. സോ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളൊന്നുമില്ല. അവർക്ക് കൂടുതൽ നമ്മള് കൂടുതൽ സപ്പോർട്ടും കൂടി കൊടുക്കുകയാണ്. ഫ്രീഡത്തിനൊപ്പം നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക എടുക്കേണ്ടത്. കാരണം അപ്പോ കുട്ടികൾ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഒബീഡിയൻസ് എന്ന് പറയുന്നത് അനുസരണയാണ്, നമ്മളുടെ സ്ട്രിക്റ്റ്ലി അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മള് കുട്ടികള് നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. നോർമലി കുട്ടികൾ ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. അവർ കാണുന്നത്, മുതിർന്ന കുട്ടികളെ കാണുന്നു, ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടറിഞ്ഞ് അവരെന്തായി മാറാണ്, ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഒബീഡിയൻസ്. ദീസ് നോർമൽ ചിൽഡ്രൻസ് ആർ റിമാർക്കബിളി ഒബീഡിയന്റ്. ഈ നോർമൽ ചിൽഡ്രൻസ് റിമാർക്കബിളി ഒബീഡിയന്റ് ആയിരിക്കും, നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കും. ത്രൂ വർക്ക് ചിൽഡ്രൻ endure the various stages in the development of the brain. കുട്ടികളുടെ ശക്തിക്ക് അല്ലെങ്കിൽ വികാസത്തിന് വിവിധ ഘട്ടങ്ങൾ, അതിലൂടെ അവർക്ക് ആ ഒരു വേരിയസ് സ്റ്റേജസ് ഇൻ ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ഒബീഡിയൻസിലൂടെ അവര് വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ആവാനായിട്ട് പറ്റും. നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കേട്ടിട്ടുണ്ടോ അത്? എന്തെങ്കിലും പറഞ്ഞു ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്? ഓക്കെ, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലാർജ് മസിൽസിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് ലാർജ് മസിൽസിന്റെയും മൂവ്മെന്റ്സും കാര്യങ്ങളും. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളാണ് ഏത് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽസിലാണ് നമ്മൾ പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം, അതേപോലെ തന്നെ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഡ്രോ ചെയ്യുമ്പോൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ആവുന്നത്. സോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെവലപ്മെന്റ് കൈവരിക്കാനായിട്ട് പറ്റും. 1 മിനിറ്റ്. നിങ്ങൾ ഈ ഇമേജ് കാണുന്നുണ്ടോ? ഞാൻ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇല്ലേ? എന്താ ഇതിന്റെ പേര്? സിലിണ്ടർ ബ്ലോക്ക് അല്ല, ഇത് സിലിണ്ടർ തന്നെയാണ്. അതിൽ മുകളിൽ എന്തുണ്ട്, നോബ് ഉണ്ട് ഇല്ലേ? നോബിഡ് സിലിണ്ടർ ബ്ലോക്ക്. ഓക്കെ, നോബിൾഡ് സിലിണ്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 2 ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത് കാര്യങ്ങളും. ഇതിപ്പോ ഒരു 10 സെറ്റ് ആണ്. 10 സിലിണ്ടേഴ്സിന്റെ 4 സെറ്റുകളാണ്. ഡിഫറൻസ് ഇൻ ഹൈറ്റ് ആൻഡ് വിഡ്ത്തിൽ വരുന്ന ഡിഫറൻസ് ആണ് നമ്മൾ ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ഹൈറ്റും വിഡ്ത്തിന്റെ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. ബട്ട് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്തുണ്ട്, നോബുകൾ ഉണ്ട് അല്ലെ, നോബുകൾ ഉണ്ട്. സോ ഈ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യുന്നത്, പെൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് എങ്ങനെ പെൻ ഹോൾഡ് ചെയ്യണം,
അതേപോലെ തന്നെ ഇങ്ങനെ അത് അവർ പിടിക്കുന്ന ആ ഒരു രീതി തന്നെ ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബൽ സിലിണ്ടേഴ്സ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോൾ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളൊന്ന് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പഠിക്കുകയാണ്. സോ അവർ വർക്ക് ചെയ്യാണ്. അപ്പൊ പിന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യണ്ട, സ്ട്രിക്റ്റ് ആയിട്ട് കൈ പിടിച്ചൊന്നും എഴുതിപ്പിക്കേണ്ടതായിട്ട് വരില്ല. കാരണം എന്താണ്, അവർക്ക് എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ നമ്മൾ കൈ പിടിച്ച് നിർബന്ധിച്ച് പണ്ട് പാരന്റ്സ് ചെയ്തിരുന്നല്ലേ, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അച്ഛൻ സ്ലേറ്റിൽ കൈ പിടിച്ച് മുറുക്കി എഴുതിക്കും അക്ഷരം നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല, സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്യിപ്പിക്കുന്നതായിട്ട് വരില്ല. സോ അവർ വർക്കിലൂടെ അവർ നോർമലി എന്തായിട്ട് മാറും, നോർമലൈസ്ഡ് ആവും. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളും, ഇംപ്രൂവ് ചെയ്തോളും. ആ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ, അതാണ് ആ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞത്, വേരിയസ് സ്റ്റേജസ് ഡെവലപ്മെന്റ്. അത് അവർക്ക് വർക്കിലൂടെ, സോ അവർ വർക്കിലൂടെ ഡെവലപ്പ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യിക്കുന്നില്ല, കുട്ടികൾക്ക് വേണ്ട ഫ്രീഡം കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. ഈ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു ഒബീഡിയന്റ് ആയിട്ട്, നോർമലി ഒബീഡിയന്റും ഡിസിപ്ലിൻ ആയിട്ട് മാറും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചൈൽഡാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ മോണ്ടിസോറി ക്ലാസ് റൂം അല്ല, മോണ്ടിസോറി സ്കൂൾ അല്ല, ബട്ട് CBSE സ്കൂളാണ്. ബട്ട് അവിടെ എന്തുണ്ട്, മോണ്ടിസോറി ക്ലാസ് ഉണ്ട്. വെച്ചാല് നമ്മൾ CBSE സ്കൂളാണ്, എന്നാൽ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോണ്ടിസോറി ക്ലാസ് ഉണ്ട്. അപ്പൊ സാധാരണ ക്ലാസ്സുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര സൗണ്ടും കാര്യങ്ങളാണ്. ബട്ട് നമ്മുടെ മോണ്ടിസോറി അവർക്ക് ലാസ്റ്റ് അവർ ആണ് ഈ മോണ്ടിസോറിയുടെ പീരീഡ് വരുന്നത്, എല്ലാ ദിവസവും ലാസ്റ്റ് അവർ. ആ ടൈം ആവുമ്പോഴേക്കും കുട്ടികൾ ഭയങ്കര സൈലന്റ് ആവും, ഭയങ്കര സൈലൻസ് ആണ്. അവർ ക്യൂ ആയിട്ട് അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോകും, അവരവിടെ വർക്ക് ചെയ്യും. പക്ഷെ അസംബ്ലിയിൽ പോകുമ്പോൾ പോലും അവർ അത്ര അനുസരണയോടെ പോണത് ഞാൻ കണ്ടിട്ടില്ല. അത്ര അനുസരണയായിരിക്കും എവിടെ പോകുമ്പോ, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ പോകുമ്പോൾ. സോ അവർ ആ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളവിടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വർക്കുകൾ സെലക്ട് ചെയ്യാനും ഉള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒബീഡിയൻസ് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ഒബീഡിയൻസ് വായിച്ചു ഞാൻ. ഓക്കെ, അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ്. മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം, ഫുൾ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏത് വർക്ക് സെലക്ട് ചെയ്യണം, എന്ത് ചെയ്യണം, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്. The whole aim of the Montessori method contains, amongst other things, that the child gather as much independence as is possible for him to acquire at each stage of development. കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കറക്റ്റ് ഓരോ സ്റ്റേജിലും ആ ഡെവലപ്മെന്റ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഇൻഡിപെൻഡൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും. കുട്ടികൾ ഓരോ ഏജിലേക്ക് എത്തുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ടാസ്കുകൾ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യുക. ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും, വലിയ ജോലിയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ചെറിയ ടാസ്കുകൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അവർക്ക് ഓരോ ഏജിലും സ്വയം ഡ്രസ് ചെയ്യിക്കാൻ, ബട്ടൺസ് ഇടാൻ, സിബ് സ്വന്തമായിട്ട് കൂട്ടാൻ, അല്ലെങ്കിൽ ഷൂലേസ് കെട്ടാൻ, ചെറിയ ചെറിയ ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ശീലിപ്പിക്കണം. ഫ്രെയിമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോണ്ടിസോറിയിൽ ഫ്രെയിംസ് ഉണ്ട്. ഈ ഫ്രെയിംസ് യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, ഞാൻ ഈ പറഞ്ഞ പോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ അവർ ഈ ഫ്രെയിമുകൾ എങ്ങനെയാണ്, ബട്ടൺ ഫ്രെയിം, ബക്കിൾ ഫ്രെയിം, സിബ്, ബെൽറ്റ് ഫ്രെയിം, ഷൂലേസ് ഫ്രെയിമുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവർ എന്താണോ മോണ്ടിസോറി എൻവയോൺമെന്റ് ചെയ്യുന്നത് അത് തന്നെയാണ് അവർ പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ. സോ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് നാള് പാരന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്, പക്ഷെ അവർ പിന്നീട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം ആ കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, ചെയ്യാനായിട്ട് തുടങ്ങും. മോണ്ടിസോറിയുടെ മെയിൻ എയിം എന്താണ്, നമ്മുടെ ഓരോ കുട്ടികളെയും ഇൻഡിപെൻഡന്റ് ആക്കുക.
നമ്മൾ അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അവർ റിലേറ്റ് ചെയ്യുന്ന ടാസ്കുകളും കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു. നമ്മള് ഇതിപ്പം ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. പുറത്തൊക്കെ രാജ്യങ്ങളില്, ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ അവർ തന്നെയാണ് കുട്ടികൾ അവരുടേതായ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ അവരുടെ കരിക്കുലത്തിന്റെ തന്നെ ഭാഗമാണ്, പാർട്ടാണ്. അപ്പൊ അവർ കുറച്ചും കൂടി എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും വളർന്നു വരുന്നത്. സോ അവർക്ക് പിന്നീടായാലും ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് റൺ ചെയ്യുമ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് വരുന്ന ആ ഒരു ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊന്നും അവർ ഫേസ് ചെയ്യില്ല. ചില കുട്ടികളുണ്ട്, വലിയ കുട്ടികളുടെ കേസ് പറയാണ്, അവർ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ഒക്കെ വലിയ നല്ല കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ പഠിക്കാനൊക്കെ വിടും. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ, ഇന്ത്യയിലേക്ക് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വിടാണെങ്കിൽ അവർ പിന്നീട് വന്ന് പറയുന്നത് എനിക്ക് അവിടെ പോകണ്ട, എനിക്ക് അവിടെ ഫുഡ് ഇഷ്ടമായില്ല, ഞാൻ തന്നെ അവിടെ എന്ത് ചെയ്യണം, എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യണം, എനിക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല, അല്ല ഫ്രീഡം അല്ല, എനിക്ക് ആ ഒരു കംഫർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറെ കുട്ടികള് പാതിയിൽ പഠനം ഉപേക്ഷിച്ച് വരുന്നവരുണ്ട്. പേഴ്സണലി എനിക്ക് 2-3 കുട്ടികൾ അങ്ങനെ അറിയാം. കാരണം എന്താണ്, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഡിപെൻഡന്റ് അല്ല. എപ്പോഴും അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അപ്പൊ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ് പ്രശ്നം നോക്കിക്കഴിഞ്ഞാല്, അമ്മ ഹൗസ് വൈഫ് ആയിരിക്കും. ഇത്രയും നാള് അമ്മയുടെ ആ ഒരു കൺസിഡറേഷനും തണലിലും ആയിരിക്കും ഇവരെന്ത് ചെയ്തിരുന്നത്, വളർന്നു വന്നിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോ അവർക്ക് ആ ഒരു ഡിഫിക്കൽറ്റീസ് കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ മുതൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റില് അല്ലെ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുട്ടികളുടെ ഏജ് പറയുന്നത് 3 to 6 years ആണ്. 3 years മുതൽ നമ്മൾ കുട്ടികൾക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യിക്കുക, റിപ്പീറ്റ്ലി അവരെ കൊണ്ട് വർക്കും കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതിലൂടെ അവർക്ക് എന്താണ്, പിന്നീടായാലും ഇൻഡിപെൻഡന്റ് ആയിട്ടും അവർ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. ഒബീഡിയൻസും ഇൻഡിപെൻഡൻസും റീഡ് ചെയ്യാം കേട്ടോ. ഇന്നെടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലായ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ പറയണോ കേട്ടോ, നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. സോ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് വെച്ചിട്ട് നിർത്താണ്. ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോർമലൈസേഷൻ ഒന്നും കൂടി നിങ്ങൾ നോക്കിയിട്ട് വരാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആക്ടിവിറ്റീസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സുകളിൽ? ലാസ്റ്റ് ക്ലാസ്സിലെങ്ങാനോ? ഫ്രെയിമുകൾക്ക് കളർ ബോക്സ് ചെയ്ത് കാണിച്ചായിരുന്നു. കളർ ബോക്സ് ആകുമ്പോൾ ലാസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, കളർ ബോക്സ് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മിസ്സേ, അതെന്തായിരുന്നു സംഭവം? അത് ഞാൻ കേട്ടിട്ടില്ല. എടാ, ഓക്കെ, ഇതാണ് കളർ ബോക്സ് പറയുന്നത്. നമുക്ക് 3 കളർ ബോക്സുകൾ ഉണ്ട്. ഇപ്പോ കളർ ബോക്സ് ആണ് നമ്മൾ കുട്ടികൾക്ക് കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ കളർ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കളർ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 11 കളേഴ്സ് ആണ് മെയിൻലി ഉള്ളത്. യെല്ലോ, പിങ്ക്, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, അങ്ങനെ 11 കളേഴ്സ്. 1 മിനിറ്റ് കേട്ടോ. ഈ കളർ ബോക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യാം.
പേപ്പേഴ്സോ പേപ്പർ കിട്ടൂലേ, കളർ പേപ്പേഴ്സ് കിട്ടൂലേ, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ബോക്സ് ആയിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. വുഡൻ ബോക്സ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബോക്സിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അതിൽ വെച്ച് കളേഴ്സ് പഠിപ്പിക്കാൻ പറ്റണം കുട്ടികളെ. ഇതിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, മൃദുലയുടെ കണ്ടു. നിഹാൽ കാണിച്ചോടാ. ചില കുട്ടികൾ ആ പിടിക്കുന്ന സ്റ്റിക്ക്, ഐസ്ക്രീമിന്റെ സ്റ്റിക്കില്ലേ, നമ്മൾക്ക് എന്താ പറയാ, കോല ഐസ്ക്രീമോ, ആ സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ആ പിടിക്കാനുള്ള സ്റ്റിക്കില് നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, വുഡനാണോ അത്? വുഡാണോ അത്? നിഹാൽ വുഡാണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഏടാ, ഇതേപോലെ കളർ ബോക്സ് പ്രിപ്പയർ ചെയ്യാം. അന്ന് നിഹാലൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. ഞാൻ കളർ ബോക്സ് അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസ് ഒന്ന് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാൻ പറയാം. സബീന. സബീന ആരാ? ലെഫ്റ്റ്. അപ്പം ഇന്ന് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന ചാപ്റ്ററിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റ്, പിന്നെ പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി, ഒബീഡിയൻസ്, ഇതൊക്കെയാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. അതായത് ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് അവൻ എപ്പോഴും ആളായിരിക്കും. പിന്നെ തുടക്കത്തിലൊക്കെ നോർമലൈസ്ഡ് ആയ ചൈൽഡ്, അതായത് പിങ്ക് ടവറിന്റെ ഒക്കെ ചെറിയ ക്യൂബ് പോലെയുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്താലും അവർ നോർമലൈസ്ഡ് ആണ്. പിന്നെ ഒബീഡിയൻസ് ആയ ചൈൽഡ് എപ്പോഴും അനുസരണയുള്ള കുട്ടിയായിരിക്കും. അതുപോലെ തന്നെ അവൻ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പിന്നെ എപ്പോഴും എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഇനിഷ്യേറ്റീവ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറും ഉണ്ടാവും. താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ ക്ലാസ്.